എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചിയിൽ വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1.5 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിന്. നമ്മൾ കടയിൽ നിന്നൊക്കെ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങുമ്പോൾ അത്യാവശ്യം വലിയ പീസാണല്ലോ ഉണ്ടാവല്. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിന്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, രണ്ടും കൂടെ ഒന്നിച്ച് പേസ്റ്റ് ആക്കിയതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലൊരു ഒന്ന് കവർ ചെയ്തതിന് ശേഷം 2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മസാല പിടിച്ചോളും. ടൈം കുറവാണെങ്കിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ ടൈം വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് ഇതിൽ മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഞാനൊരു 2 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ. ഈ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പെപ്രിക്ക പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ പൊടിക്ക് കണക്കായിട്ടുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ മിക്സ് ആക്കിയ പൊടിയുണ്ടല്ലോ നേരെ പകുതി മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരെ പകുതി പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ബൗളിലെ പൊടി മാറ്റി വെക്കുക. ഒരു ബൗളിലെ പൊടിയിലേക്ക് ഞാനിതാ 1.5 കപ്പ് കോൺഫ്ലാക്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ബൗളിലെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പാല്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് 2 മണിക്കൂറായപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ചിക്കനിൽ നിന്നും ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് നമ്മൾ കോൺഫ്ലാക്സ് ചേർക്കാതെ മാറ്റി വെച്ച ആ ഒരു മൈദ മിക്സ് ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടൻ്റെ മിക്സിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കോൺഫ്ലാക്സ് ചേർത്ത് മിക്സാക്കി വെച്ച ആ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മുട്ടയിൽ യൂസ് ചെയ്യുന്ന കൈ പൊടിയിലേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മുട്ടൻ്റെ ആ ഒരു വെള്ളം നനഞ്ഞിട്ട് പൊടിയൊക്കെ അവിടെ ഇവിടെയും കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും. അപ്പം നമുക്ക് ഇത് മുഴുവനും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. മുട്ടൻ്റെ വെള്ളം നനയാത്ത രീതിയിൽ തന്നെ മറ്റൊരു കൈ വെച്ചിട്ട് പൊടിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഒരു 3 പീസാണ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ എത്രയാണോ എണ്ണയിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അത് മാത്രം ആദ്യം റെഡിയാക്കി എടുക്കുക. ഇത് പൊരിയുന്ന സമയം ബാക്കി നമ്മൾ എത്രയാണോ ഇട്ട് കൊടുക്കുന്നത് അത് റെഡിയാക്കി എടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഞാനിതാ ഒരു ചീനച്ചട്ടിയിൽ അല്പം കുറച്ച് കൂടുതൽ ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും
ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും, പക്ഷേ എങ്കിൽ ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി, കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഫ്രൈ ആക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി രുചിയുള്ള നല്ലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കൂടെ പിന്നെ ഞാനിതാ കുറച്ച് കൊളസ്ലോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, അതും ഞാനിതുപോലെ സെർവ് ചെയ്യുന്നുണ്ട്. കൊളസ്ലോവും അതുപോലെ ബന്നും കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളി രുചിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല രുചിയുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.